ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫസ്റ്റ് ന്യൂ വ്ലോഗാണ്. പറയാന്ന് പറഞ്ഞാൽ ഉച്ചയായിട്ട് അച്ഛൻ്റെ വണ്ടി കംപ്ലൈൻ്റായി, എൻ്റെ വണ്ടി കംപ്ലൈൻ്റായി. അങ്ങനെ വേറൊരു വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോവുകയാണ്. നല്ല കയറ്റമായതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഉച്ച വെയിലുമായതുകൊണ്ട് നല്ല രസമുണ്ട്. ഡേ ഒന്നിനെന്ന് അറിയത്തില്ല. ഈ ഓട്ടച്ചട്ടം നമുക്ക് ലിഫ്റ്റ് വന്നിരിക്കുന്നു. അതിൽ ചേച്ചിയാണ്, ഞാൻ ചേച്ചി അറിയുന്നതുകൊണ്ട് അവളുടെ ഏട്ടത്തെയും ആരാണെന്ന് അറിയാം. സ്ഥലത്താറായി നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, താക്കോല് മേടിക്കാനാണ് ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുണി എൻ്റെ അമ്മൂമ്മ. അങ്ങനെ നമ്മൾ വണ്ടിയുടെ താക്കോല് കെട്ടിയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ തന്നെ ചെയ്യാനുള്ള. ഇതാണ് നമ്മുടെ വണ്ടി. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ആയിത്തടിയാണ് അടിയടി. ഒന്ന് ഓണാവുന്നില്ല, ഓണാവുന്നില്ല. ഓ ഗൈസ്, താക്കോൽ ഓഫായിരുന്നു. താക്കോൽ ഓണാക്കിയിട്ടുണ്ട്. ഓ ഓണായിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ടയർ പൊട്ടിയിട്ടുണ്ട്. അതാണ് ആദ്യം മാറ്റാൻ പോകുന്നത്. അത് മാറ്റിയിട്ട് വേണം. മറ്റേ ബൈക്കിൻ്റെ ചെയിനാണ്, ചെയിൻ തെറ്റിപ്പോയി. അതകത്തോന്ന് ചെയിൻ തെറ്റിപ്പോയി. അത് ശരിയാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ രണ്ട് പ്ലാനാണ് ഉള്ളത്. എന്തോ തരത്തില്ല. അല്ല, നല്ല കാലാവസ്ഥയാണ്. നമ്മളിങ്ങനെ ഒരു ഷോർട്ട് കട്ടൊക്കെ കയറി ഇറങ്ങാതെ എന്താണെന്ന് അറിയത്തില്ല. നല്ല വിശപ്പ്. രാവിലെ കഴിച്ചു, പക്ഷെ ഉച്ചയ്ക്ക് അങ്ങോട്ട് കഴിച്ചില്ല. കഴിക്കാറായപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങിയത്. ഇറങ്ങി വണ്ടി ശരിയാക്കാമെന്ന് കരുതി. ചെയ്യാൻ ഡെയിലി ഓരോ പരിപാടിയാണ്. പക്ഷേ ഡെയിലി എന്നും വിചാരിക്കും ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ഓരോ വിശേഷമൊക്കെ ഇട്ടാൽ എങ്ങനെയിരിക്കും, ആൾക്കാർ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു എന്താ ഒരു പേടിയെന്നൊക്കെ അങ്ങനെ പറയാം. കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെ കണ്ട അങ്ങനെ ചുമ്മാ തുടങ്ങിയേക്കാൻ. ചുമ്മാ ഇങ്ങനെ നടക്കുമല്ലയോ, ഒരു പണി കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ. അത്യാവശ്യം വൈബും ഒരു 4 മണി സമയത്ത് പോകുന്നു. 4 മണി കാറ്റുണ്ട്. ചുമ്മാ 4 മണി കാറ്റൊന്നുമില്ല, നേരത്തില്ല. നല്ല രസമാണ്, എൻജോയ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി. പിന്നെ അവിടെ ഒരു പാറേനെ ഇവിടുന്ന് കാണാൻ നല്ല രസമൊക്കെയാണ്, നല്ല ഭംഗിയൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെ കുളമൊക്കെ ഉണ്ട്. കുളമല്ല, ചുമ്മാ ഇങ്ങനെ വെള്ളം കെട്ടിയ സ്ഥലമാണ്. അവിടെ വന്ന് എല്ലാവരും വന്ന് മീനെ പിടിക്കുന്ന കാണാം. വഴി ഭയങ്കര മോശമുണ്ട്. 2 കാറൊക്കെ അപ്പുറം ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ട്രാഫിക്കൊക്കെ ആവും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആളെ നോക്കിയിരിക്കുകയാണ്. ചന്ദ്രു ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എറണാകുളം പോവാം. ഞങ്ങളിങ്ങനെ കൊടുമണ്ണ് വരെ, കൊടുമണ്ണല്ല എന്തോ വള്ളിയൊക്കെ ആവോ, ഇത് അങ്ങാടിക്കുന്ന കൊടുമണ്ണ് റൂട്ട്. അത് മനസ്സിലായി. അല്ല, നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഇതിപ്പം പഴവളം പഴവണ്ണ ചെന്നിട്ട് അവിടെ അടൂര് അടൂര് പോയിട്ട് പഴവളം അല്ലേ. പഴവളത്ത് പോയാണ് നമ്മൾ ടയർ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്ക് ടയർ എടുക്കാൻ വേണ്ടി പറ്റി പോവാം കേട്ടാ. 4 മണിക്ക് നല്ല വൈബ് അടിക്കാൻ പറ്റിയ അടുത്തൊരു സ്പോട്ടാണിത്. മഞ്ഞലിപ്പുഴ അല്ലേ, മഞ്ഞലിപ്പുഴയാണ്. നല്ലൊരു നല്ല വൈബ് അടിക്കാൻ വരുന്ന സ്ഥലമാണ്. നല്ല രസമൊക്കെയാണ്. പിന്നെ എന്തോന്ന് അറിയത്തില്ല. ഇവിടെയും മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. കുടിയന്മാരെ കാണാം. ചൂണ്ടിടുന്ന ആൾക്കാരെ കാണുന്നില്ല. അതിവിടെയാണ് ചൂണ്ടിടുന്നത് കേട്ടോ. ഓക്കെ, ഹോട്ടൽ എഴുതിയിട്ടുണ്ട്. കഴിക്കാനൊന്നുമില്ല. അവിടെ നിന്നൊരു പുള്ളിയൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ആ ഫ്രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഗൈസ് നമ്മൾ ടയർ എടുത്ത് വന്നിരിക്കുകയാണ്. 400 രൂപ ടയറാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മഴവെള്ളം വരെ പോയി എടുത്തു. എല്ലാവരും വട്ടമാണോ എന്ന്? വട്ടമൊന്നും അല്ല, അവിടെ ആകുമ്പോൾ നല്ല വിലക്കുറവിലാണ് കിട്ടുന്നത്.